ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ബഹ്റിനിലെ മനാമ സൂക്കിലായിരുന്നു കേട്ടോ. മനാമ സൂക്ക് എന്ന് പറഞ്ഞാൽ ബഹ്റിൻ്റെ എൻട്രൻസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. മറ്റ് ഷോപ്പിംഗ് അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തം നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബഹ്റിൻ്റെ സംസ്കാരം നിലനിർത്തുന്ന രീതിയിലുള്ള പുരാതനമായ വസ്തുക്കളും സാധനങ്ങളുമായിരുന്നു ആ ഭാഗത്ത് കൂടുതലുമായും ഉണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് അവിടെ ലൈറ്റ്സിൻ്റെ ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ. മോഡേൺ രീതിയിലുള്ള ലൈറ്റ്സ് ഒന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. പക്ഷേ പരമ്പരാഗതമായ രീതിയിലുള്ള വളരെ വ്യത്യസ്തം നിറഞ്ഞ ഹോം ഡെക്കേഴ്സും ലൈറ്റ്സും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് കാണുമ്പോൾ തന്നെ കണ്ണിന് ഒത്തിരി കുളിർമ നൽകുന്ന രീതിയിലുള്ള സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. ബഹ്റിനിലെ ഈ ഭാഗത്തെല്ലാം പൊതുവെ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഒരു എല്ലാ ഷോപ്സും ക്ലോസ് ചെയ്യും. പിന്നെ 4 മണിക്ക് ശേഷമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗോൾഡ് സിറ്റിയിലോട്ടായിരുന്നു കേട്ടോ. ഗോൾഡ് സിറ്റി എന്ന് കേൾക്കുമ്പോൾ ഓർക്കരുത് സ്വർണ്ണത്തിൻ്റെ ഒരു സിറ്റിയാണെന്ന്, അല്ല. ഈ ഭാഗത്ത് കൂടുതലായിട്ടും സ്വർണ്ണക്കടകളുള്ള ഏരിയയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ജോയാലുക്കാസിലോട്ടായിരുന്നു കേട്ടോ. എടുത്തു പറയത്തക്ക ഒന്നാണ് ജോയാലുക്കാസിലെ കസ്റ്റമർ സർവീസ്. അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നെസ്കഫേയുടെ നല്ല കോഫിയൊക്കെ അവർ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അവിടെ ഇപ്പോൾ ഡയമണ്ടിൻ്റെ ഓഫേഴ്സ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവിടെയുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ടൈം അല്ല പോകുന്നത്, ഞാൻ അവിടെ ഇടയ്ക്ക് പോയി ഗോൾഡ് എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവിടെ വെറൈറ്റി ഓഫ് ഗോൾഡിൻ്റെ കളക്ഷൻസ് എല്ലാം ഉണ്ടെന്ന് തന്നെ. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് കരാവലി റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. ഈ ഗോൾഡ് സിറ്റിയുടെ അടുത്ത് തന്നെയാണ് കരാവലി റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് അവിടുത്തെ സീ ഫുഡ് തന്നെയാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ സീ ഫുഡ് അല്ല ട്രൈ ചെയ്തത്. പക്ഷേ നെക്സ്റ്റ് ടൈം ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ സീ ഫുഡ് എനിവേ ഞങ്ങൾ ട്രൈ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളും ഈ ഭാഗത്തുകൂടെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും കരാവലി പോയി ഫുഡ് കഴിക്കേണ്ടതാണ് കേട്ടോ. ഞങ്ങൾ ഇത്തവണ കഴിച്ചത് ബട്ടർ നാനും പനീറിൻ്റെ ഒരു വെറൈറ്റി ഡിഷും ആയിരുന്നു കേട്ടോ. അവിടുത്തെ മെനു തന്നെ നോക്കിയാൽ അറിയാം, മെനുവിലെല്ലാം ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്നത് സീ ഫുഡ് ഐറ്റംസ് തന്നെയാണ്. ഇവിടുത്തെ ഈ പനീർ കറി എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള ഒന്നായിരുന്നു. ഞാൻ ഇത്തരത്തിലുള്ള ടേസ്റ്റിലുള്ള പനീർ കറി ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഈ ബട്ടർ നാനും ഒരു പ്രത്യേകതയുണ്ട്, ഗാർലിക് നാനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബട്ടർ നാൻ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് അങ്ങ് കയറി വരും. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. എനിവേ ഈ 2 കോംബോ ഇത് ഒത്തിരി നല്ലതായിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് കഴിച്ചു. ഫസ്റ്റ് ടൈം ഞാൻ അവിടെ വരുന്നത് തന്നെ ഞാൻ അവിടുത്തെ ഇൻറ്റീരിയർ എല്ലാം നോക്കുമായിരുന്നു. ഞാൻ പൊതുവെ ശ്രദ്ധിക്കാറുണ്ട്, ഒരുവിധം എല്ലാ ഹോട്ടൽസിലും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക്സ് കാണും. അത് വളരെ വ്യത്യസ്തത നിറഞ്ഞതുമായിരിക്കും. ഞാൻ അതെല്ലാം എൻ്റെ ഫോണിൽ നന്നായിട്ട് പകർത്തിയെടുത്തു. അതിനുശേഷം അവിടെ ഒത്തിരി സ്പേസ് ഉണ്ട്, ഒത്തിരി പേർക്ക് അറ്റ് എ ടൈം ഒന്ന് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി അവിടെയുണ്ട്. ഞങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു, അതും ഞങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ് ഡെലിവറി ചെയ്തു.